നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ നാം പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല. അതിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നാം അതിശയിച്ചു പോകും. അത്തരത്തിലുള്ള ചില വസ്തുതകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയാണ് കീ ഉപയോഗിക്കുമ്പോൾ ലോക്കുകൾ തുറക്കുന്നത് എന്നറിയാമോ? ഓരോ ലോക്കുകൾക്കും ഓരോ കീ ഉണ്ടാകും. എന്നാൽ മറ്റു കീ ഉപയോഗിച്ച് അത് തുറക്കാൻ കഴിയില്ല. കാരണം ഓരോ താക്കോലുകളും ഓരോ ഷേപ്പിലാണ് ഉണ്ടാവുക. അവയുടെ ഷേപ്പുകൾ സമാനമാണെങ്കിൽ മാത്രമേ പൂട്ടുകൾ തുറക്കാൻ സാധിക്കൂ. ഇതിനുള്ളിൽ ഓരോ സ്പ്രിങ്ങും ഡ്രൈവർ പിന്നും കീ പിന്നും ഉണ്ടാകും. സാധാരണ അവസ്ഥയിൽ ഈ സ്പ്രിങ്ങുകൾ ഈ പിന്നുകളെ താഴെയിൽ എഡ്ജിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കും. കീ ഇട്ട് തിരിക്കുമ്പോൾ ആ പിന്നുകളെല്ലാം ഓരോ ലെവലിൽ പൊങ്ങി ദേ ഈ ലൈനിൽ എത്തണം. അപ്പോഴാണ് കീ തിരിക്കുന്നതിനനുസരിച്ച് ആ ഭാഗം തുറന്നു വരുന്നത്. ഇനി തെറ്റായ കീ ഇടുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. കടകളിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ അവയിൽ ഒരു സെക്യൂരിറ്റി ടാഗ് ഉള്ളത് കണ്ടിട്ടില്ലേ? നമ്മളത് പൊട്ടിക്കാൻ നോക്കിയാലും സാധിക്കില്ല എന്ന് മാത്രമല്ല, അതുള്ളപ്പോൾ ബില്ലടിക്കാതെ പുറത്തു പോയാൽ അലാറം അടിച്ച് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. എന്നാൽ ബില്ലിംഗ് കൗണ്ടറിൽ വെച്ച് ഒരു മാഗ്നറ്റിന്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ അവരത് റിമൂവ് ചെയ്തു തരും. ഇതിനുള്ളിൽ ഒരു ആണി, ഒരു സ്പ്രിങ്, 3 മെറ്റൽ ബീഡ്സുമാണുള്ളത്. പുറകിൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ ബീഡുകൾ അയഞ്ഞ് ഈ ആണി അതിൽ നിന്നും ഫ്രീ ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും അതിന് പറ്റില്ല. മാത്രമല്ല അതിനുള്ളിലെ ഇങ്ക് വീണ് തുണി കേടാവുകയോ ആണി കൊണ്ട് വരഞ്ഞ് തുണി കീറുകയോ ചെയ്യും. സോപ്പ് ഉപയോഗിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഡോളർ നോട്ട് കിട്ടുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാമോ? ദേ ഈ കാണുന്ന മണി സോപ്പ് വാങ്ങിയാൽ ഉറപ്പായും ഡോളർ കിട്ടും. ഈ സോപ്പിന്റെ വില $17 ഈ തുക കൊടുത്ത് വാങ്ങുന്ന ഓരോ സോപ്പിലും ഓരോ ഡോളർ നോട്ടുമുണ്ട്. 1, 5, 10, 20, 30 അല്ലെങ്കിൽ $50 നോട്ടുകളാണ് അതിലുണ്ടാവുക. ഉള്ളിൽ എത്രയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ മൂലം പലരും ഈ സോപ്പ് വാങ്ങിച്ച ഉടനെ ഇത് രണ്ടായി പൊളിച്ചു നോക്കാറാണ് പതിവ്. ടയറുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാമോ? പറയുമ്പോൾ റബ്ബർ ടയറുകൾ എന്നാണെങ്കിലും സത്യത്തിൽ ഇതിനുള്ളിൽ പല വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ട്. പല ലെയറുകളിലായി റബ്ബറും സ്റ്റീലും ടെക്സ്റ്റൈൽസും വരെയുണ്ട്. കണക്ക് പ്രകാരം 19% റബ്ബറിനോടൊപ്പം 24% സിന്തറ്റിക് പോളിമർ, 12% സ്റ്റീൽ, 4% ടെക്സ്റ്റൈൽ എന്നിവയുണ്ട്. ആമകൾ നമുക്ക് വളരെ പരിചിതമായൊരു ജീവിയാണല്ലേ. ഇതൊരു ആമയെ പകുതിയായി മുറിച്ചതിൻ്റെ ചിത്രമാണ്. ആമയുടെ പുറന്തോട് സത്യത്തിൽ എല്ലുകളാൽ നിർമ്മിതമാണ്. അതിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളികളിൽ കാണപ്പെടുന്നത് നമ്മുടെ നഖങ്ങളിലും മുടിയിലുമുള്ള കെരാറ്റിൻ എന്ന പദാർത്ഥമാണ്. യഥാർത്ഥത്തിൽ അവയുടെ നട്ടെല്ലിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ പുറന്തോട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് സംഭവമാണ് കൂടുതൽ ആശ്ചര്യം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്